കോഴിക്കോട് പാളയത്ത് യുവാവ് മരിച്ച നിലയിൽ ചോരയിൽ കുളിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമെന്നാണ് സംശയം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. അനഘ, എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? ഈ യുവാവ് ആരാണ്? പോലീസ് എന്തെങ്കിലും നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അനഘ. പ്രജിത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കൊലപാതകം നടന്ന സ്ഥലത്താണ്. ഈ നിൽക്കുന്നത് പാളയത്താണ്. നമ്മളുടെ പുറകിൽ കാണുന്ന ഇവിടെയായിരുന്നു ഈ ബിജു താമസിച്ചിരുന്നത്. ബിജുവിൻ്റെ വീട് തൊട്ട അപ്പുറത്താണ്. ഈ വീട്ടിലാണ് രാത്രി ഉറങ്ങിയിരുന്നത്. ഈ 3 മണിയോടുകൂടി ഈ ബിജുവിൻ്റെ അമ്മ ഇവിടെ വന്ന് ഈ പശുവിനെ കറക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഈ മുറിക്കുള്ളിൽ ഈ ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ബിജുവിൻ്റെ ശരീരത്തിൽ 2 മുറിവുകളാണ് ഉള്ളത് എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഉള്ള നിഗമനം എന്നുള്ളതാണ്. എന്നാലും ഇപ്പോൾ ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ പ്രദേശത്തെ ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇപ്പോൾ ഉള്ളിൽ മൃതശരീരം പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസിൻ്റെ എൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കുടുംബം ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഈ ലഹരി സംഘമാണ് ഇതിന് പിന്നിലെന്നുള്ളൊരു സംശയം നേരത്തെ ബിജുവിൻ്റെ സഹോദരി പറഞ്ഞിരുന്നു. ഈ ഭാഗത്തൊക്കെ തന്നെ ലഹരി സംഘമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ലഹരി സംഘത്തെ ഈ വഴിയിലൂടെയൊന്നും നടന്നു പോകാനൊന്നും സമ്മതിക്കാറില്ല. അതിൻ്റെ വൈരാഗ്യത്താലായിരിക്കും ഇങ്ങനെയൊരു നിഷ്ഠൂര കൃത്യം ചെയ്തിട്ടുള്ളത് എന്നാണ് ബിജുവിൻ്റെ സഹോദരി പറയുന്നത്. എന്തായാലും വൈകാരികമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കടന്ന് പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും 36 വയസ്സ് ഉള്ള ഒരു യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്.